എന്താണ് സംഭവിച്ചത്? ഇപ്പോ പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ ഈ സംഭവത്തിൽ. സാറ് ഇന്ന് അടക്കാത്തോട് 20-ാം തീയതി അടക്കാത്തോട് സെന്റ് ജോസഫ് ചർച്ചിന്റെ ഓഡിറ്റോറിയത്തിൽ നറുക്കെടുപ്പ് നടത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയായിരുന്നു. ഒന്നാം പ്രൈസ് നമ്മുടെ പിന്നെ ആധാരവും, രണ്ടാം പ്രൈസ് യൂസ്ഡ് കാർ ജീപ്പും, മൂന്നാം പ്രൈസ് കാറും, പിന്നെ നാലാം പ്രൈസ് പുതിയ ബുള്ളറ്റും എല്ലാം സംഘടിപ്പിച്ച് എല്ലാം ഇത് നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഇന്നലെ കേളകം പോലീസിൽ നിന്ന് സർക്കിളും SIയും വന്ന് വൈകിട്ട് 5:30 വീട്ടിൽ വന്ന് കംപ്ലീറ്റ് പിന്നെ ഈ നറുക്കെടുപ്പിന്റെ സംബന്ധിച്ച കൂപ്പണുകളും അതിന്റെ കൗണ്ടർ ഫോയിലും കംപ്ലീറ്റ് അവര് കണ്ടുകെട്ടി പിന്നെ അറസ്റ്റ് വാറന്റുമായിട്ട് വീട്ടിൽ വന്നു. എല്ലാം ജപ്തി കണ്ടുകെട്ടി ഇതെല്ലാം ചെയ്ത് പോയി. അത് നടത്താൻ പറ്റത്തില്ല. ലോട്ടറി ഓഫീസിന്റെ നിയമപ്രകാരം SP-ക്ക് പരാതി പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിത് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഇത് ചെയ്ത് അതിന്റെ പിന്നെ വീട് തന്നെ പിന്നെ സെർച്ച് വാറന്റുമായിട്ട് വന്നിട്ടാണ് കംപ്ലീറ്റ് സാധനങ്ങളും പിന്നെ കണ്ടുകെട്ടി എടുത്തോണ്ട് പോയി. നറുക്കെടുപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവരെ പോലീസിനെയൊക്കെ അറിയിച്ചിരുന്നോ? നറുക്കെടുപ്പിന്റെ തുടങ്ങിയ സമയത്ത് പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പിന്നെ ആള് വിളിച്ചു ഇത് ജെന്യുവൻ ആണോ, എന്താണ് ഇടപാട് എന്താണെന്ന് അന്വേഷിച്ചു. ഞാൻ എന്റെ അവസ്ഥയ്ക്ക്, എന്റെ ഭാര്യയുടെ ജപ്തിയായ വീടും എന്റെ ഭാര്യയുടെ ക്യാൻസറായ ഭാര്യയുടെ ട്രീറ്റ്മെന്റാർത്ഥം പിന്നെ മരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇത് ചെയ്യുകയാണെന്ന് അവരോട് പറഞ്ഞു. അവര് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഒരു അന്വേഷണം കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അതിന്റെ ശേഷം പിന്നെ റൂറൽ SP-യുടെ എൻക്വയറി ഉണ്ടായിരുന്നു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കേളകം പിന്നെ സ്റ്റേഷനിൽ നിന്ന് എൻക്വയറി ഉണ്ടായിരുന്നു. അവിടെ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. പിന്നെ അപ്പൊ അതിനോടനുബന്ധിച്ച് നറുക്കെടുപ്പ് പ്രഖ്യാപിച്ച് മാനന്തവാടി രൂപതയും കൂടെ ഇടപെട്ടിട്ടാണ് ഇപ്പൊ പറയുന്നത് അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് അല്ലേ? നിയമവിരുദ്ധമാണ്, ലോട്ടറി ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ്, നടത്താൻ കഴിയില്ല എന്നും പറഞ്ഞാണ് ഇതെല്ലാം കണ്ടുകെട്ടാൻ ഓർഡറായി എന്നും പറഞ്ഞിട്ട് ലോട്ടറി ഓഫീസിൽ ഓർഡറായി, SP-യുടെ ഓർഡർ ഉണ്ട് എന്നും പറഞ്ഞാണ് പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറും പിന്നെ അവരെല്ലാവരോട് വന്നിട്ട് ആണ് വീട് വളഞ്ഞ് പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. അപ്പൊ നിങ്ങൾ ഈ പിരിച്ചു കിട്ടിയ ഈ പണം കൊണ്ട് കടങ്ങളൊക്കെ വീട്ടിയോ? ഞാൻ ആദ്യമേ കിട്ടിയതിൽ അത് കിട്ടുന്ന എമൗണ്ട് ജപ്തി ബാങ്ക് അക്കൗണ്ടിലേക്ക് പിന്നെ പൈസ അടിക്കുകയായിരുന്നു. അങ്ങനെ ബാങ്കുമായിട്ട് ഇടപാടുകൾ കഴിഞ്ഞ 15-ാം തീയതിയാണ് എമൗണ്ട് ക്ലോസ് ചെയ്തത്. അങ്ങനെ 18-ാം തീയതി ആധാരം എല്ലാം റിലീസായി കിട്ടി. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സമ്മാനങ്ങളും എല്ലാം പൈസ കൊടുത്ത് മേടിച്ച് പിന്നെ കിട്ടിയ കുറെ പൈസ എന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തിരുന്നു. അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ, വേറെ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് അതിനു വേണ്ടിയും കൂടെ ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. അന്ന് ഇതിന്റെ വേറെ ഞാൻ ഇത്ര 9 മാസമായി ഇത് തുടങ്ങിയത്. കഴിഞ്ഞ 2025 മാർച്ച് ലാസ്റ്റാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരമാണ് പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ എൻക്വയറി നടത്തി. പിന്നെ പഞ്ചായത്തിലെ പിന്നെ അവിടുന്ന് ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്നും എല്ലാം ഞങ്ങളുടെ നാട്ടുകാരും കാര്യങ്ങളും എല്ലാം സപ്പോർട്ടായിരുന്നു. നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ടായിരുന്നു. അവരും എതിരും ഒരു ഭാഗത്തുനിന്ന് ഒരിടത്തുനിന്ന് 9 മാസം കൊണ്ട് ഉണ്ടായില്ലായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മുന്നോട്ട് പോയത്. അപ്പം നറുക്കെടുപ്പ് നടത്താൻ 20-ാം തീയതി 13-ാം തീയതി തീരുമാനിച്ചതായിരുന്നു. അത് ഇനി എന്താ അടുത്ത? ഇപ്പോൾ പിന്നെ അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പ് നടത്തണമെങ്കിൽ അതിന്റെ കൗണ്ടർ ഫോയിലും കിട്ടണം. അതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് പെട്ടിയിലാക്കിയതായിരുന്നു. അതിപ്പം അവരെടുത്തോണ്ട് പോയി സ്ഥിതിക്ക് അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയിൽ ഇപ്പം നിങ്ങളുടെ കാര്യം കോടതിയിൽ പറയും, അത്ര തന്നെ അല്ലേ? കോടതിയിൽ പറയും. അപ്പം ജാമ്യത്തിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അതിനുവേണ്ടി പിന്നെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കടം വീട്ടാൻ സമ്മാന കൂപ്പൺ അടിച്ച് വിതരണം ചെയ്ത കേളകം അടക്കാത്തോടിലെ ബെന്നിക്കെതിരെ കേസ്. നിയമവിരുദ്ധ നറുക്കെടുപ്പിൽ ലോട്ടറി വകുപ്പ് നൽകിയ പരാതിയിലാണ് കേളകം പോലീസ് കേസെടുത്തത്. 1ാം സമ്മാനമായി 2 നില വീടാണ് പ്രഖ്യാപിച്ചിരുന്നത്. സമ്മാന കൂപ്പൺ ഉണ്ടാക്കുന്ന കാര്യം നേരത്തെ എല്ലാവരെയും അറിയിച്ചിരുന്നതായി ബെന്നി തോമസ് കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ ബെന്നിക്കെതിരെ ഇപ്പോൾ കേസെടുക്കാനുണ്ടായ ഒരു കാരണം എന്താണ്?
കൃഷ്ണേന്ദു, ഇരിട്ടി കേളകം അടക്കാത്തോട് സ്വദേശിയായ ബെന്നി തോമസ് കടബാധ്യതയെ തുടർന്ന് കിടപ്പാടം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. ഏതാണ്ട് 9 മാസക്കാലമായി ഈ കൂപ്പൺ വിതരണം നടക്കുന്നുമുണ്ട്. 1500 രൂപയാണ് ഈ കൂപ്പണിൻ്റെ വില. ഇതിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് ശനിയാഴ്ച നടക്കാൻ ഇരിക്കുകയായിരുന്നു എന്നാണ് ഈ ബെന്നി തോമസ് പറയുന്നത്. ഇതിൻ്റെ വാർത്തയും മാധ്യമങ്ങളിൽ വന്നിരുന്നു. കണ്ണൂർ വിഷൻ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ നറുക്കെടുപ്പിനായി കൂപ്പൺ കൗണ്ടർ ഫോയിലുകൾ ബോക്സിലാക്കി സൂക്ഷിച്ചു. ഈ പോലീസ് ഇന്നലെ വീട്ടിലെത്തി ഇതടക്കം സെർച്ച് വാറണ്ടുമായി വീട്ടിലെത്തുകയും ഈ കൂപ്പൺ കൗണ്ടർ ഫോയിൽ ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും പോലീസ് കൊണ്ടുപോയി, കേളകം പോലീസ് കൊണ്ടുപോയി എന്നാണ് ഈ ബെന്നി തോമസ് ഇപ്പോൾ പറയുന്നത്. കൃഷ്ണേന്ദു, മനോജ്, അതുപോലെ കുറേയേറെ മാസങ്ങളായി ഈ കൂപ്പണിന്റെ വിൽപ്പന ആരംഭിച്ചിട്ട് കണ്ണൂർ വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് ഉണ്ടാക്കാൻ കാരണം? കൃഷ്ണേന്ദു, അതാണ് ഏവരുടെയും സംശയവും. ഈ 9 മാസമായി എന്തുകൊണ്ട് ഇതിനെതിരെ കേസെടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ബെന്നി തോമസിനോട് ഞങ്ങളും ആദ്യം വാർത്ത നൽകുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. പണപ്പിരിവ് നടത്തി നറുക്കെടുപ്പ് നടത്താതിരുന്നാൽ അത് വലിയ വഞ്ചനയാകും, തട്ടിപ്പാകും, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഞങ്ങളും ഈ ബെന്നിയോട് ചോദിച്ചിരുന്നു. അന്ന് ഈ ബെന്നി തോമസ് പറഞ്ഞത് നാട്ടിലെ എല്ലാ ആളുകളുടെയും ഒരു സഹകരണവും പിന്തുണയും ഈ സംരംഭത്തിനുണ്ട്. പോലീസിനോട് പോലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ തൻ്റെ അവസ്ഥ മനസ്സിലായി, എല്ലാവരും സഹകരണം വാഗ്ദാനം ചെയ്തു എന്നാണ് അന്ന് ബെന്നി തോമസ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഒരു തരത്തിലും ഇത് തട്ടിപ്പാകില്ല, ഇത് തട്ടിപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ബെന്നി തോമസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരുന്നത്. പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ടീം അവിടെ വന്ന് അന്വേഷണം നടത്തിയിരുന്നു എന്ന് ബെന്നി തോമസ് പറഞ്ഞിരുന്നു. അവർക്കും ഈ പ്രയാസങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഒരു അനുമതി ഈ കാര്യത്തിൽ പോലീസോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഏതെങ്കിലും അധികൃതരോ ഇത് അന്ന് ആ തുടക്കം മുതൽ നൽകുന്ന ഒരു സംവിധാനമൊന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി മാറും എന്ന് കരുതിയില്ല എന്നാണ് ഇന്ന് സംസാരിച്ചപ്പോൾ പോലും ബെന്നി തോമസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ലോട്ടറി വകുപ്പിൻ്റെ പരാതിയിലാണ് ഇപ്പോഴത്തെ കേസ് വന്നിട്ടുള്ളത്. റൂറൽ SP-ക്കാണ് പരാതി നൽകിയത്. അങ്ങനെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ബെന്നി തോമസിൻ്റെ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇതിനകം ബെന്നി തോമസ് ഈ കിട്ടിയ പണം കൊണ്ട് ഈ കടം വീട്ടിയിട്ടുണ്ട്, വീടിൻ്റെ ആധാരം തിരിച്ചെടുത്തിട്ടുണ്ട്, സമ്മാനം നൽകാനുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ താർ കാർ ഉൾപ്പെടെ ബുള്ളറ്റ് ഉൾപ്പെടെ എല്ലാം വാങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ബെന്നി തോമസ് പറയുന്നത്. ഈ ഗൾഫിലായിരുന്ന ബെന്നി അവിടെ തുടങ്ങിയ ഒരു ബിസിനസ് തകർന്നതോടെയാണ് ഈ കടക്കണിയിലാകുന്നത്. 1.5 കോടിയിലധികം രൂപയുടെ കടബാധ്യതയാണ് ഉണ്ടായിരുന്നത്. വീട് വിൽക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഇതിനിടയിൽ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ചു. ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല എന്ന് ചിന്തിച്ചിരുന്നതായും ഈ ബെന്നി തോമസ് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഈ 9 മാസം കൊണ്ട് കൂപ്പൺ വിറ്റ് കടം വീട്ടാനുള്ള പണവും ഭാര്യയുടെ ചികിത്സക്കായി ചെലവായ 25 ലക്ഷത്തോളം രൂപയും ലഭിച്ചിട്ടുണ്ട് എന്ന് ബെന്നി സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഈ നറുക്കെടുപ്പ് നടത്തി ആ നാട്ടിൽ നിന്ന് മാറി ചെറിയൊരു വീട് വാങ്ങി അവിടെ താമസിക്കുക, കുടുംബത്തോടൊപ്പം താമസിക്കുക എന്നതാണ് താൻ കരുതിയിരുന്നത് എന്നും ഈ ബെന്നി പറയുന്നുണ്ട്. എന്തായാലും 100 കണക്കിന് ആളുകളാണ് സമ്മാന കൂപ്പണിൽ വിശ്വസിച്ച് ഈ 1500 രൂപ നൽകിയത്. കോടതിയിൽ തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി നറുക്കെടുപ്പിന് വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ബെന്നി ഇപ്പോഴും പറയുന്നത്. മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയുള്ള ശ്രമം താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസെടുത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമം താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ താൻ കോടതിയിൽ പറയും. ഈ നറുക്കെടുപ്പ് നടത്തി ആ വീട് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും തൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകും എന്ന കാര്യം കൂടി ഈ ബെന്നി തോമസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പണപ്പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നാണ് ഈ പണം നൽകിയവരൊക്കെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കൃഷ്ണേന്ദു.